നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യം വളരെ ഭംഗിയായി കൊണ്ട് സംസ്കരിക്കുന്ന ഒരു രീതിയാണിത്. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയതാണ്. എന്നാൽ അതിൻ്റെ ഒരു ബക്കറ്റിലുള്ള അടുക്കള മാലിന്യം പൂർണ്ണമായും കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ അടുക്കള മാലിന്യത്തിൽ നിന്ന് സംസ്കരിച്ചെടുത്ത മാന്ത്രിക വളമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ രൂപത്തിലാണ് ഇത് വളമായതിനു ശേഷം ഉണ്ടാവുക. വളരെ ഭംഗിയായിക്കൊണ്ട് എല്ലാ അടുക്കള മാലിന്യവും വൃത്തിയായിക്കൊണ്ട് പിന്നെ വളമായി വന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ കാണുന്നത് നമ്മുടെ കരിമ്പിന്റെ തോലാണ്. ഇത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആയിട്ടില്ല, അവസാനം ഇട്ടതാണത്, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരു തരത്തിലുള്ള മാലിന്യം ഇതിലില്ല. പൊടിയായിട്ട് വളരെ ഭംഗിയായി വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള അടുക്കള മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു മാർഗവുമാണ്. അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വളവും കൂടിയാണ് ഇത്. നമ്മൾ അത് ഫുള്ളായതിനു ശേഷം നമ്മൾ ഇട്ടുവെച്ചതാണ് ഇതിലേക്ക്. അപ്പൊ ഇത് ഇപ്പൊ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് 2 ആഴ്ചയും കൂടി ആയിക്കഴിഞ്ഞാൽ ഇതും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറും. ഇത് നമ്മുടെ ഫലവൃക്ഷങ്ങൾക്കും നമ്മുടെ വീടുകളിലെ മറ്റു പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ബക്കറ്റ് ഫുള്ളായതിനു ശേഷം നമ്മൾ ഇതിലാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ മുകളിൽ ചകിരിച്ചോറ് വിതറി കൊടുത്തതിന് ശേഷം പുതിയ മാലിന്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഉൾഭാഗത്തായിട്ട് നമ്മുടെ BSF ഈച്ചകളുടെ മുട്ടകൾ നമുക്ക് കാണാൻ പറ്റും. വെള്ള രൂപത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ വെള്ള രൂപത്തിലുള്ളതാണ് BSF ഈച്ചകളുടെ മുട്ട. ഇത് വിരിഞ്ഞിന് ലാർവകളായി ഇതിലേക്ക് തന്നെ പോകും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മരം പിന്നെ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ്, കത്തി കൊണ്ട് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ വന്നിട്ട് ഈച്ചകൾ വന്നിട്ട് മുട്ടയിടും. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ക്രമീകരണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു ക്രമീകരണം കൂടി നമ്മൾ മുട്ടയിടാൻ വേണ്ടി നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ കാണുന്നതാണ്. ഈ ചേരികളിൻ്റെ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന പിന്നെ ബാത്ത് സ്ക്രബ്ബറാണിത്. ഇതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലാർവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ്. ഈ ലാർവകളാണ് ഈ അടുക്കള മാലിന്യം പൂർണ്ണമായിട്ട് സംസ്കരിച്ച് ഈ രൂപത്തിലുള്ള വളമാക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് ഇതിന് ഇടാൻ വേണ്ടി പോവാണ്. നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്, എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണിച്ചു തരാം. നമ്മൾ ചെറുതായിട്ട് ഇതിൻ്റെ വട്ടത്തിലൊന്ന് ഇളക്കിയതിന് ശേഷം അതിലിട്ടിട്ട് നമുക്കിതിട്ട് കൊടുക്കാം. നല്ല റിസൾട്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ പൈസ കൊടുത്തിട്ട് നമ്മൾ വളം വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളം ഇതിൻ്റെ മുകളിൽ തന്നെ കിട്ടും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാലിന്യ സംസ്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ അടുക്കള മാലിന്യം വളരെ ഭംഗിയായിട്ട് നമുക്ക് സംസ്കരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഈ ചെടികൾക്ക് ഇത് നല്ല വളമാണ്, നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് നമ്മൾ രക്ഷപ്പെടുത്തി എടുത്ത ചെറുതേൻ്റെ തേനീച്ചക്കൂടാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈച്ചകളെ കാണാം. അത് നല്ല ആക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ജോലികളും പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈച്ചകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകുന്ന ഈച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈച്ചകൾ പിന്നെ പുറത്തു പോയത് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ വരുന്ന ഈച്ചക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ 2 ഈച്ചകൾ കയറാൻ വേണ്ടി പുറത്ത് റെഡിയായി നിന്നിട്ടുണ്ട്. ഇതാ വന്ന് കയറുന്നുണ്ടോ. പോക്കുവരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൂട് ആക്റ്റീവായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ മുമ്പ് നമ്മുടെ ഈ പപ്പായൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കാഴ്ച പപ്പായയാണ് ഇത്. അപ്പോൾ ഇത് പറിക്കുന്നതും പൊയ്ക്കാൻ വെക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റുണ്ട്, നല്ല മധുരമുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ വെറുതെ ഉണ്ടായതാണ്. നമ്മളതിനെ പരിചരിച്ചിട്ടൊന്നുമില്ല, അതിന് വേണ്ട ശ്രദ്ധയും നമ്മൾ കൊടുത്തിട്ടില്ല.
അത് വീടിൻ്റെ ബാക്കിൽ കിടന്നിട്ട് ഒരു വിത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒരു പപ്പായയുടെ വിത്ത് മുളച്ച് വന്ന് അത് വലിയ മരമായി അവസാനം അതിൽ കുറേ കായ്കൾ ഉണ്ടായി. അത് പറിച്ചെടുത്ത് എന്നിട്ട് നമ്മൾ പഴുക്കാൻ വെച്ച് എന്നിട്ട് കാണുന്നതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഓരോന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. വൈകുന്നേരവും രാവിലെയൊക്കെ കുറഞ്ഞ സമയം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. എങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പലതും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും.